കണ്ണാ ചാടല്ലേ. നീ എന്തോടാ അവന് മെസ്സേജ് ഇട്ടത്? ഭൂമിക്ക് വിടാന്ന്. നോട്ടിഫിക്കേഷൻ കണ്ടപ്പോ ഞാൻ വിചാരിച്ച എന്റെ അമ്മാവല്ലായിരിക്കുന്നു. നോക്കിയപ്പോഴല്ലേ യവൻ. ഞാൻ ഈ ഭൂമിന്ന് പോവുക. ഏത് ഗ്രഹത്തിലോട്ട്? ഏതേലും ഒക്കെ ഗ്രഹത്തിലോട്ട്. കണ്ണാ പ്രശ്നം പറ, നമുക്ക് സംസാരിക്കാം. അച്ഛൻ പോടാന്ന് പറഞ്ഞു. ഓടാന്ന് പറയാനുള്ള അധികാരം ഒരു അച്ഛനില്ലേ? അങ്ങനെയാണ് എന്റെ അച്ഛൻ ഇച്ചിരി അധികാരം കൂടുതലാ. നീ ഇവന്റെ അച്ഛൻ ഇവനെ വിളിക്കുന്ന കേട്ടിട്ടുണ്ടോ? ആ സമയത്ത് എനിക്ക് തന്നെ തോന്നിപ്പോ ഞാൻ തന്തയില്ലാത്തവനാന്ന്. അവസ്ഥ നോക്കണേ. അതെനിക്കും തോന്നാറുണ്ട്. എന്നോട് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ പറഞ്ഞടാ. അതിനു വേണ്ടി നീ എന്താ ചെയ്തേ? കാണിച്ചു തരാം. ഇതെന്റെ അച്ഛൻ. ശശാങ്കൻ. അച്ഛൻ്റെ 20,000 രൂപ മേടിച്ചിട്ട് പഞ്ചാബിലുള്ള ശേഖരന്റെ കയ്യിൽ കൊടുത്തു. എന്തിന്? ഡബിൾ ചെയ്യാൻ. അപ്പൊ 20,000 കൊടുത്ത് 40,000 കിട്ടിയ? കിട്ടി. ആ തരിപ്പില് 1,00,000 രൂപ അച്ഛന്റെ കൂട്ടുകാരുടെ മേടിച്ച് ശേഖർ ദാദയ്ക്ക് വീണ്ടും കൊടുത്തു. 1-2 കിട്ടിയ? അണ്ണാക്കി കിട്ടി. അയാൾ ഇപ്പൊ വിളിച്ചിട്ട് ഫോൺ പോലും എടുക്കുന്നില്ല. അയ്യോ, അപ്പൊ നമ്മൾ കൊടുത്ത 50,000 ശേഖരന്റെ ആണോ? അത് നിങ്ങൾ ചോദിച്ചാൽ ഞാൻ ഇപ്പൊ ചാവും. അയ്യ, 1 പറഞ്ഞ് 2 ഈ ഫ്രൂട്ടി എടുത്തോണ്ട് കായലിൽ ചാടാൻ പോകുന്നതിന് ഞങ്ങളത് മറന്ന്. ആര് മറന്ന്? കുറച്ച് കഴിഞ്ഞ് ഓർക്കാം. നീ ടെൻഷൻ ആവാതെ, പൈസ ശേഖരട്ടന്റെ ഉണ്ടല്ലോ. പിന്നെ മുണ്ടക്കൽ ശേഖരന്റെ ഇരിക്കുന്ന പോടാ ഇറങ്ങി. അല്ലി ശേഖര എവിടെയുള്ളതെന്ന് പറഞ്ഞ്? പഞ്ചാബില്. നീ ഒരു അടയാളം പറ, നമുക്ക് കണ്ടുപിടിക്കാം. നല്ല താടിയും തലേ ടാറപ്പും ഉണ്ടെന്ന് തോന്നുന്നു. തോന്നുന്നെന്നാ? അല്ല, പഞ്ചാബി ആണല്ലോ. നല്ല ഫ്രഷ് അടയാളം പഞ്ചാബിയുള്ള ചെല്ലിപ്പ കണ്ടുപിടിക്കാം. നീ സമ്മാനപ്പെടുത്തും. നമുക്ക് ആ പൈസ വേണ്ട, മരിക്കല്ലേ. ഇതെന്തോത്തിന് മുങ്ങിച്ചാ പൂച്ചാനാ? ഒന്ന് സമാനപ്പെടുത്തടാ. ഞാൻ അച്ഛനെ വിളിച്ചൊന്ന് സമാനപ്പെടുത്തും. പോയി ഞാൻ കൂടെ ചാണ്ടി വരും. നീ എന്തെങ്കിലും അറിയാവുന്ന നീ എങ്ങനെടാ മുങ്ങിച്ചാടി സൂയിസൈഡ് ചെയ്യുന്നത്? അതിന് ആര് ചാടിച്ചാവാൻ പോയി? ഫ്രൂട്ടിയിലെല്ലാം 1-ാം തരം എലിവശം അടിച്ചു വെച്ചേക്കുന്നത്. ഓ, ഫ്രൂട്ടി സൈഡ് ആയിരുന്നു. സുജിയേ, കാശാണോ പ്രധാനം? ഒരു കൂട്ടുകാരന്റെ ജീവിതമല്ലേ. ആ, വിളിക്കാം. ഒന്നുമില്ല. മരണം ഒന്നിനൊരു പരിഹാരമല്ലെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? അതെ അതെ, നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോണം. സുധീറെ, ആ വണ്ടി ഒന്ന് എടുത്തേ. എന്തിന്? ഒരു എമർജൻസി. മേടിക്കാം. അതല്ല, ഹോസ്പിറ്റൽ എമർജൻസി. അല്ല, ഇവനെ രക്ഷിക്കണ്ടേ? അവരെ നമ്മൾ രക്ഷിച്ചല്ലോ, ഇനി അടുത്ത ആളെ രക്ഷിക്കണം. അടുത്തതാ ഒരു രക്ഷയില്ലട്ടാ. ഡേറ്റ് കഴിഞ്ഞ് ഞാൻ തോന്നുന്നു. കണ്ണ പരിഹാരം ഒന്നിനൊരു ആത്മഹത്യ ഇല്ല കേട്ടോ. അതെ അതെ, സത്യമാണ്. വണ്ടി അത് കാണും ജീവിതമുള്ളേ കണ്ണ. ഒറ്റ എടുപ്പെടുത്തോടാ. അത് ചെലി പോലും ഇത്ര പെട്ടെന്ന് ചാവൂല. ഡബിൾ ഇൻഡിക്കേറ്റർ എന്തിനാ? ഒന്നുമില്ല, അവൻ ഇടത്തും വലുത്ത് പറഞ്ഞൂടാതാ. നമുക്കൊന്നും ഒരു കഴിവില്ലല്ലേ മച്ചാ? എനിക്കുണ്ട് മച്ചാ. എന്താ മച്ചാ? ഈ കോക്ക് തീർന്നാലും ഞാൻ ഉള്ളതുപോലെ കുടിക്കും. ഇതാ കണ്ടു. കഴിവ് തന്നെ മച്ചാ. നമുക്ക് വല്ല കഴിവുണ്ടായിരുന്നേ നമ്മൾ ഇങ്ങനെ ഒന്ന് ഇരിക്കുവോ മച്ചാ? നമ്മുടെ സെബാസ്റ്റ്യന് 2ാമത്തെ കൊച്ചായി മച്ചാ. അത് കഴിവ് മച്ചാ. അതൊക്കെ ഒരു കഴിവാണോ മച്ചാ? പിന്നെ അല്ലേ? അല്ല, അത് നമ്മുടെ അച്ഛനപ്പൂപ്പന്മാരുടെ കാലം തൊട്ടുള്ളല്ലേ മച്ചാ? അല്ല മച്ചാ, അവനായ കാലത്ത് ജോലി വാങ്ങിച്ച് പെണ്ണ് കെട്ടിയോണ്ടാണല്ലോ അവന് കൊച്ചുണ്ടായേ. അപ്പൊ അത് കഴിവല്ലേ മച്ചാ? അങ്ങനെ നോക്കിയത് കഴിവാ മച്ചാ. സത്യം പറഞ്ഞാൽ നമ്മൾ നമ്മളെ കഴിവുകൾ കണ്ടുപിടിച്ചിട്ടില്ല മച്ചാ. ഞാൻ ചെറുതായിട്ട് പാടും മച്ചാ. എന്നൊന്ന് പാടേ മച്ചാ. മച്ചാ മച്ചാ വേണ്ട മച്ചാ, അടി കിട്ടും മച്ചാ, നല്ല പ്ലച്ചിന് കിട്ടും മച്ചാ. ഇത് കഴിവാന്നും പറഞ്ഞിരിക്കുകയാണെങ്കിൽ കളഞ്ഞോ മച്ചാ. സിറാമൊക്കെ ഇങ്ങനെ മച്ചാ, അയാള് പാടും അല്ലാണ്ട് കരയുമല്ല. എന്താ വെച്ച ഒരു ഡിസ്കഷൻസ്? അല്ല, നമ്മുടെ ഗ്രൂപ്പിലെ കഴിവുകളെ പറ്റി സംസാരിച്ചോണ്ടിരുന്നേ. അനാവശ്യ കാര്യങ്ങളെ പറ്റി ഗ്രൂപ്പിൽ ചർച്ച വേണ്ട മച്ചാ. ഇല്ല മച്ചാ, ഇല്ല. അതായിരിക്കും നല്ലത് മച്ചാ. മച്ചാ അഭിനയിക്കുമായിരുന്നു? അതേ മച്ചാ. എങ്ങനെയുണ്ട് മച്ചാ? കൊള്ളാം മച്ചാ, കൊള്ളാം. അപ്പൊ എനിക്ക് അഭിനയത്തിലൊരു കഴിവില്ലേ? ഇത് അഭിനയല്ല മച്ചാ, അല്പത്തരം. മച്ചാ, എനിക്കൊരു കഴിവുണ്ട് മച്ചാ. എന്താ മച്ചാ അത്? ഞാൻ നടന്മാരെയൊക്കെ അനുഗ്രഹിക്കും. നടന്മാരെ മച്ചാ എവിടെ പോയി അനുഗ്രഹിക്കാൻ? ലൊക്കേഷനില്ല. അല്ല മച്ചാ, ഈ സൗണ്ട്. മച്ചാ, അത് അനുകരിക്കും. അപ്പൊ പ്രവീൺ മച്ചൻ ആദ്യമായിട്ട് ആരെയാണ് അനുഗ്രഹിക്കുന്നത്? പൃഥ്വിരാജ്. കമോൺ മച്ചാ, കമോൺ. കാണിക്കും മച്ചാ. അതാ എന്റെ ഈ സ്റ്റൈലല്ലേ. ഫിലിപ്പിന്റെ പഴം എങ്ങനെയുണ്ട് മച്ചാ? ഫിലിപ്പിന്റെ തൊലി
മച്ചാ പൃഥ്വിരാജൊക്കെ ഇങ്ങനെയാ ചിരിക്കുന്നേ. മറ്റേ പൃഥ്വിരാജ് ഇതിട്ടാ ചിരിക്കൂല, ചീത്ത വിളിക്കും. മച്ച പൃഥ്വിരാജ് ഒക്കെയെന്ന് വേറെ ഏതോ പൃഥ്വിരാജിനെ കാണിച്ചില്ല മച്ച. മച്ച ദൈവം അനുഗ്രഹിച്ചിട്ട് പോലും മച്ചാനെ അനുകരിക്കാനുള്ള കഴിവില്ല മച്ച. നമുക്കത് വേണ്ട മച്ച. അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് എന്തെങ്കിലും കിട്ടണമായിരുന്നു മച്ച. എന്തേലും എനിക്കുണ്ട് മച്ച. എന്ത് മച്ച? ദാരിദ്ര്യം. അതെല്ലാവർക്കും ഉണ്ട് മച്ച. നമുക്കൊന്ന് ഷട്ടിൽ കളിച്ചാലോ മച്ച? മച്ച കളിച്ച് തീർക്കാനുള്ളതാണോ മച്ച നമ്മുടെ ജീവിതം? കളിക്കറിയോ മച്ച? ഇല്ല മച്ച. അതിനുള്ള കഴിവ് ഇല്ല മച്ച നമുക്ക്. അതിങ്ങനെ പറഞ്ഞു നടക്കാതെ മച്ച. ദേവിയേ, ഒരു കഴിവില്ലാതെ ആരെങ്കിലും ഇങ്ങനെയൊക്കെ ജനിക്കുവോ മച്ച? നമ്മള് ജനിച്ചില്ലേ മച്ചാ മനുഷ്യരായിട്ട് ഇവിടെ? സൂപ്പർ മച്ച. പൃഥ്വിരാജ് പറഞ്ഞാ പിന്നെ അപ്പീലില്ല മച്ച. കഴിവ് പോട്ടെ മച്ച, നമ്മൾ ജീവിതത്തിൽ എന്തെങ്കിലും പഠിച്ചോ മച്ച? മച്ചാന്റെ ഒക്കെ കൂടെ കൂടി കുറെ ചീത്ത പഠിച്ച് ഇപ്പൊ വാ തുറന്ന അതൊക്കെയാ വരുന്ന മച്ച. ഇപ്പൊ മച്ചാന്ന് വിളിച്ച് വിളിച്ച് അച്ഛനെ വരെ ഇപ്പൊ മച്ചാന്നാ വിളിക്കുന്നേ. കഷ്ടം മച്ച. പറ മച്ച. അച്ഛാ ഞാൻ എത്തി, മുക്കിലവളവെത്തി. എത്താറായി. കള്ളം പറയാനൊരു കഴിവുണ്ട്. അത് ജന്മനുള്ള കഴിവില്ലേ മച്ച? വെറുതെ ഇരിക്കേണ്ട സമയല്ലേ മച്ച ഇവര് കളിച്ച് കളയുന്നത്. ആ അപ്പൂപ്പന്റെ നല്ല പ്രായമൊക്കെ കളിച്ച് കളയുവോ മച്ചാ? സംസാരിച്ച് നേരെ ഉരുട്ടി മച്ച. വീട്ടിൽ പോവാം.